അതീവ ബുദ്ധിമാനായ ഒരു കള്ളൻ. അയാളുടെ ബുദ്ധിശാലിത്തരം കൊണ്ടായിരിക്കാം ആ ഗ്രാമത്തിലുള്ള ആർക്കും അയാളൊരു കള്ളനാണ് എന്ന് മനസ്സിലായിട്ടുണ്ടായിരുന്നില്ല. ഒരിക്കൽ അയാളൊരു വനത്തിലൂടെ ഇങ്ങനെ പോകുമ്പോൾ ഒരു സന്യാസിനെ കണ്ടു. അയാൾ സന്യാസിയുടെ അടുത്ത് ചെന്ന് പറഞ്ഞു, ഞാനൊരു കള്ളനാണ് സ്വാമി. എൻ്റെ ജീവിതം കുറച്ചും കൂടെ മെച്ചപ്പെടുത്താൻ എന്തെങ്കിലും ഒരു ഉപദേശം എനിക്ക് തരണം അങ്ങ്. സന്യാസി പറഞ്ഞു, ഇനി മുതൽ നീ മോഷ്ടിക്കാൻ പാടില്ല. അയ്യോ, മോഷ്ടിക്കാതിരിക്കാൻ എനിക്ക് പറ്റില്ല. കാരണം എനിക്ക് വേറെ തൊഴിലൊന്നും അറിയില്ല. അതുകൊണ്ട് അങ്ങ് വേറെ എന്തെങ്കിലും പറഞ്ഞു തരണം എനിക്ക്. ശരി, മോഷണം നിനക്ക് നിർത്താൻ പറ്റില്ലെങ്കിൽ വേണ്ട. പക്ഷേ ഇന്നു മുതൽ നീ സ്ത്രീകളെ ബഹുമാനിക്കാൻ പഠിക്കണം. നിന്റെ ഭാര്യയല്ലാത്ത ഏതൊരു സ്ത്രീയും നിന്റെ അമ്മയായോ നിന്റെ സഹോദരിയായോ മാത്രമേ നീ കാണാൻ പാടുള്ളൂ. ഇതെന്നെ കൊണ്ട് പറ്റും. ഇന്നു മുതൽ ഞാൻ സ്ത്രീകളെ ബഹുമാനിക്കും. ഇത് ഞാൻ അങ്ങേക്ക് തരുന്ന വാക്കാണ്. ഈ വാക്ക് ഞാൻ ജീവിതകാലം മുഴുവൻ പാലിക്കും. അങ്ങനെ സന്യാസിയുടെ അനുഗ്രഹം വാങ്ങി ആ കള്ളൻ വീട്ടിലേക്ക് പോയി. ആ രാജ്യത്തെ രാജാവിന് കുട്ടികളില്ലായിരുന്നു. കുട്ടികളില്ലാത്തതിൻ്റെ കാരണം രാജ്ഞിയാണ് എന്നാണ് രാജാവ് വിശ്വസിച്ചിരുന്നത്. അതുകൊണ്ട് തന്നെ മാനസികമായി രാജ്ഞിയിൽ നിന്നും രാജാവ് ഒരുപാട് അകന്നു. കാട്ടിനുള്ളിൽ ഒരു കൊട്ടാരം കെട്ടി രാജാവ് രാജ്ഞിയെ ആ കൊട്ടാരത്തിലേക്ക് മാറ്റിപ്പാർപ്പിച്ചു. കൊട്ടാരത്തിന് ചുറ്റും നിറയെ കാവൽക്കാരുണ്ടായിരുന്നു. ഒരിക്കൽ ഈ കാവൽക്കാരുടെ കണ്ണ് വെട്ടിച്ച് നമ്മുടെ കള്ളൻ ആ കൊട്ടാരത്തിനുള്ളിലേക്ക് മോഷ്ടിക്കാൻ കയറി. പക്ഷേ ആ സമയത്ത് അവിടെ രാജാവുണ്ടായിരുന്നു. കള്ളൻ കയറുന്നത് രാജാവ് കണ്ടു. പക്ഷേ കാവൽക്കാരെ വിളിക്കാൻ നിൽക്കാതെ കള്ളൻ്റെ ചലനങ്ങൾ ഓരോന്നും നിരീക്ഷിച്ച് രാജാവ് അവിടെ തന്നെ നിന്നു. കള്ളൻ നേരെ രാജ്ഞിയുടെ അറയിലേക്ക് കയറി. ശബ്ദമുണ്ടാക്കാതെ വിലപിടിപ്പുള്ളത് എന്തെങ്കിലും ഉണ്ടോ എന്ന് തേടാൻ തുടങ്ങി. പെട്ടെന്ന് കള്ളൻ്റെ കൈത്തട്ടി ഒരു ചെടിച്ചട്ടി താഴെ വീണു ഉടഞ്ഞു. ശബ്ദം കേട്ട് രാജ്ഞി ഉറക്കത്തിൽ നിന്ന് ചാടി എഴുന്നേറ്റു. തൻ്റെ മുറിയിൽ നിൽക്കുന്നത് ഒരു മോഷ്ടാവാണ് എന്ന് രാജ്ഞിക്ക് മനസ്സിലായി. പക്ഷെ രാജ്ഞി ബഹളം വയ്ക്കാനോ കാവൽക്കാരെ കൂട്ടാനോ നിൽക്കാതെ ശാന്തയായി നിന്നു. രാജ്ഞി കള്ളനോട് പറഞ്ഞു, ഞാൻ ഈ രാജ്യത്തെ രാജാവിൻ്റെ രാജ്ഞിയാണ്. നീ കയറിയിരിക്കുന്നത് എൻ്റെ കൊട്ടാരത്തിലും. കള്ളൻ അപ്പോഴാണ് മനസ്സിലായത് താൻ കയറി ചെന്ന സ്ഥലം ഏതാണെന്ന്. എന്നെ ഒന്നും ചെയ്യരുത്. എനിക്കൊരു അബദ്ധം പറ്റിയതാണ്. എന്നോട് ക്ഷമിക്കാൻ ദയവുണ്ടാകണം. മേലിൽ ഞാനിത് ആവർത്തിക്കില്ല. കള്ളൻ്റെ യാചന കേട്ട് റാണി പറഞ്ഞു, ശരി, ഞാൻ നിന്നെ വെറുതെ വിടാം. പക്ഷേ നീ എനിക്കൊരു ഉപകാരം ചെയ്യണം. നീ അതെനിക്ക് ചെയ്തു തന്നാൽ നീ ആവശ്യപ്പെടുന്ന സ്വർണവും വെള്ളിയും പണവും എല്ലാം ഞാൻ നിനക്ക് തരാം. കള്ളൻ ആലോചിച്ചു, ഒരു രാജ്യത്തിൻ്റെ രാജ്ഞിക്ക് വേണ്ടി തനിക്ക് എന്തുപകാരമാണ് ചെയ്യാൻ പറ്റുക? കള്ളൻ അങ്ങനെ ആലോചിച്ച് നിൽക്കുമ്പോൾ രാജ്ഞി പറഞ്ഞു, മരണം വരെ രാജാവിനോടൊപ്പം ജീവിക്കണം എന്നാണ് എൻ്റെ ആഗ്രഹം. കുട്ടികളുണ്ടാവാത്തതിൻ്റെ കാരണം ഞാനാണ് എന്ന് തെറ്റിദ്ധരിച്ചാണ് അദ്ദേഹം എന്നെ ഈ കാട്ടിൽ ഉപേക്ഷിച്ചത്. തിരികെ അദ്ദേഹം എന്നെ ഇവിടെ നിന്ന് കൊണ്ടുപോകണമെങ്കിൽ ഞാനിവിടെ സുരക്ഷിതയല്ല എന്ന് ഒരു തോന്നൽ അദ്ദേഹത്തിന് ഉണ്ടാവണം. രാജ്ഞി പറഞ്ഞു വരുന്നത് എന്താണെന്ന് മനസ്സിലാവാതെ നിന്ന കള്ളനോട് രാജ്ഞി പറഞ്ഞു, അതിന് നീ എന്നെ ഉപദ്രവിക്കണം. കള്ളൻ ഒന്ന് ഞെട്ടി. ഒരു ചുവട് പിന്നോട്ട് മാറി നിന്നുകൊണ്ട് കള്ളൻ പറഞ്ഞു, റാണി എന്നോട് ക്ഷമിക്കണം. സ്ത്രീകളെ ബഹുമാനിക്കും എന്ന് ഞാൻ എൻ്റെ ഗുരുവിന് കൊടുത്ത വാക്കാണ്. എൻ്റെ ഭാര്യയെ അല്ലാതെ മറ്റേതൊരു സ്ത്രീയെയും എനിക്ക് അമ്മയെപ്പോലെയോ സഹോദരിയെപ്പോലെയോ മാത്രമേ കാണാൻ കഴിയൂ. റാണിയെ എനിക്ക് എൻ്റെ അമ്മയെപ്പോലെയാണ് കാണാൻ കഴിയുന്നത്. റാണിയുടെ ഈ ആവശ്യം സാധിച്ചു തരാൻ എനിക്ക് കഴിയില്ല. ഒരു മകൻ്റെ സ്ഥാനത്ത് നിന്ന് എനിക്ക് എന്തെങ്കിലും ചെയ്യാൻ കഴിയുമെങ്കിൽ അത് ഞാൻ ചെയ്തു തരാം. റാണി ആകെ അമ്പരന്ന് നിന്നു. കള്ളനായ ഒരുത്തൻ താൻ ഇത്രയധികം വാഗ്ദാനങ്ങൾ കൊടുത്തിട്ടും താൻ എടുത്തൊരു തീരുമാനത്തിൽ തൻ്റെ മനസ്സിനെ ഉറച്ചു നിർത്തിയിരിക്കുന്നു. കള്ളനോട് പറയാൻ റാണിക്ക് വാക്കുകളിലായിരുന്നു. എല്ലാം കണ്ടും കേട്ടു നിന്ന രാജാവ് പെട്ടെന്ന് അവർക്കിടയിലേക്ക് കയറി ചെന്നു. രാജാവിനെ കണ്ടതും കള്ളൻ പേടിച്ചു വിറയ്ക്കാൻ തുടങ്ങി. എൻ്റെ അറിവില്ലായ്മ കൊണ്ട് സംഭവിച്ചതാണ്. എന്നോട് മാപ്പാക്കണം. കള്ളൻ കരഞ്ഞുകൊണ്ട് രാജാവിനോട് പറഞ്ഞു. രാജാവ് ചിരിച്ചുകൊണ്ട് പറഞ്ഞു, നീ എൻ്റെ കണ്ണ് തുറപ്പിച്ചു. സ്ത്രീകളോട് എങ്ങനെ പെരുമാറണം എന്ന് നീ കാണിച്ചു തന്നു. നീ നിന്റെ മൂല്യങ്ങളിൽ ഉറച്ചു നിന്നു. രാജ്ഞി ആവശ്യപ്പെട്ടത് നിനക്ക് ചെയ്തു കൊടുക്കാമായിരുന്നു. പക്ഷേ നീ അത് ചെയ്യാതിരുന്നത് നിന്റെ മനസ്സിൻ്റെ നന്മയാണ്. അതുകൊണ്ട് നിന്നെ എനിക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ടു. നിനക്ക് എന്താവശ്യമുണ്ടെങ്കിലും ചോദിക്കാം. കള്ളൻ വിനയത്തോടെ രാജാവിനോട് പറഞ്ഞു, മഹാരാജാവേ,
എനിക്ക് എന്തെങ്കിലും തരണമെന്ന് അങ്ങ് ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ അങ്ങ് രാജ്ഞിയെ തിരികെ കൊട്ടാരത്തിലേക്ക് കൂട്ടിക്കൊണ്ടുപോകണം. രാജാവ് ഒരു നിമിഷം നിശബ്ദനായി നിന്നു. അദ്ദേഹം ആലോചിക്കുകയായിരുന്നു. കുട്ടികളുണ്ടാവാത്തതിൻ്റെ കാരണം താനാണ്. എന്നിട്ടും അവളാണ് എന്ന് കുറ്റപ്പെടുത്തി അവളെ താൻ ശിക്ഷിക്കുകയായിരുന്നു. കുറ്റബോധം കൊണ്ട് അദ്ദേഹത്തിൻ്റെ തല താഴ്ന്നു. അദ്ദേഹം റാണിയോട് മാപ്പപേക്ഷിച്ചു. റാണി പറഞ്ഞു, ഞാൻ അങ്ങയോടൊപ്പം വരാം. പക്ഷേ എനിക്കൊരാഗ്രഹമുണ്ട്. അങ്ങത് സാധിച്ചു തരണം. എന്നെ ആദ്യമായി അമ്മേ എന്ന് വിളിച്ചത് ഇവനാണ്. ഇവനെ എൻ്റെ മകനായി എനിക്ക് ദത്തെടുക്കണം. രാജ്ഞിയുടെ ആഗ്രഹം രാജാവ് നിറവേറ്റിക്കൊടുത്തു. ഒരു സാധാരണ മനുഷ്യൻ, അതും കള്ളനായ ഒരാൾ, അയാളെടുത്ത ഒരു തീരുമാനം. ആ തീരുമാനത്തിൽ തൻ്റെ മനസ്സിനെ ഉറപ്പിച്ചു നിർത്തിയതുകൊണ്ട് മാത്രമാണ് ജീവിതത്തിൽ ഇത്രയും വലിയൊരു നേട്ടം അയാളെ തേടി വന്നത്. 100% പെർഫെക്റ്റായിട്ട് ഈ ഭൂമിയിൽ ദൈവം ഒരാളെയും സൃഷ്ടിച്ചിട്ടില്ല. പക്ഷെ ഒരു കാര്യത്തിലെങ്കിലും പെർഫെക്റ്റ് ആവാൻ നമുക്കെല്ലാവർക്കും കഴിയില്ലേ? അത് നമ്മൾ കാണിക്കുന്ന സത്യസന്ധതയാവാം, അനുകമ്പയാവാം, കഠിനാധ്വാനമാവാം, അല്ലെങ്കിൽ ചീത്തശീലങ്ങളിൽ നിന്നുള്ള ഒഴിഞ്ഞു നിൽക്കലാവാം. ഇതിലേതെങ്കിലും ഒന്നെങ്കിലും സ്ഥിരതയോടെ കൃത്യമായി പാലിക്കാൻ കഴിഞ്ഞാൽ നമ്മുടെ ജീവിതത്തിലും മാറ്റങ്ങൾ ഉണ്ടാവും.